പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നാം ഭൂമിയിലായിരിക്കുമ്പോൾ എത്രമാത്രം ദൈവസന്നിധിയിൽ നാം എളിമപ്പെടുന്നുണ്ടോ? നാം നമ്മെ തന്നെ താഴ്ത്തുന്നുണ്ടോ? അല്ല എങ്കിൽ നാം എത്രമാത്രം വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ നാം പൂർണ്ണമായി സമർപ്പിക്കുന്നു. അത്രമാത്രം നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ സിറ്റുവേഷൻസ് എന്തുമായിരുന്നാലും നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന കർത്താവ്, നമ്മുടെ താഴ്ച കടാക്ഷിക്കുന്ന ദൈവം, താണവരെ ഉയർത്തുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മെയും മാനിക്കും, അനുഗ്രഹിക്കും. ഈ നാളുകളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവത്തിനായി നമുക്ക് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. നാം ചിലപ്പോൾ ആമേൻ ചെറിയവരായിരിക്കാം, ആരും ബഹുമാനിക്കാത്തവരായിരിക്കാം, മറ്റുള്ളവർ ആമേൻ സ്തോത്രം വിടക്കുന്നെണ്ണുന്നവരായിരിക്കാം, ഭ്രഷ്ടരെന്ന് തോന്നുന്നവരായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എളിമപ്പെട്ടവരായിരിക്കാം, ആമേൻ താണവരായിരിക്കാം. എന്നാൽ എപ്പോഴും നാം ഈ വേദപുസ്തകം വായിക്കുമ്പോൾ കർത്താവ് ആമേൻ ദൈവമായ കർത്താവ് തൻ്റെ പ്രവർത്തികൾ ചെയ്യുവാനും തൻ്റെ ഉദ്ദേശങ്ങൾ നിവർത്തിക്കുവാനും അനാദി നിർണയങ്ങൾ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാനും ദൈവം തിരഞ്ഞെടുത്ത ഓരോ കഥാപാത്രങ്ങളും ആമേൻ സ്തോത്രം താണവരായിരുന്നു, എളിമപ്പെട്ടവരായിരുന്നു, ചെറിയവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ബലഹീനമായവരായിരുന്നു, ഭോഷന്മാരെയായിരുന്നു കർത്താവ് തിരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ദൈവം ഓരോ പ്രവൃത്തികൾക്ക് ചെയ്യുവാൻ ഉപയോഗിച്ച സകല കാര്യങ്ങൾ, അതായത് ആ സ്ഥലങ്ങൾ, അവൻ എല്ലാം ആമേൻ സ്തോത്രം മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ട, ആമേൻ ചെറിയത്, ആമേൻ ഹല്ലേലൂയ കഴിവില്ലാത്തത്, സ്തോത്രം ഇവിടെയൊന്നും സാധിക്കത്തില്ല എന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നുന്ന നനയ്ക്കുന്ന സാഹചര്യങ്ങളെ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ കർത്താവ് തൻ്റെ വലിയ പ്രവർത്തികൾ ചെയ്തു. സ്തോത്രം സ്തോത്രം. അതേ യോഹന്നാൻ എഴുതിയ ലേഖനം, അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചു പിടിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിൻ്റെ അർത്ഥം എന്താ? നാം ആരായിരുന്നാലും, പ്രൈസ് ദി ലോർഡ്, നാം എത്ര ചെറിയവരായിരുന്നാലും, എളിമപ്പെട്ടവരായിരുന്നാലും, എളിയവരും ദരിദ്രരുമായിരുന്നാലും, നാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? 3-ാം അധ്യായത്തിൽ വായിക്കുന്നു, അതേ 4-ാം അധ്യായം അതിൻ്റെ 2-ാം വചനത്തിൽ, ദൈവാത്മാവിന് ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. ഹല്ലേലൂയ. യേശു കർത്താവ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജാതനായി, നമുക്ക് വേണ്ടി അവൻ ജനിച്ചു. നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് യേശു കർത്താവ് രക്ഷിതാവായി, ആമേൻ സ്തോത്രം യഹൂദന്മാരുടെ രാജാവായി ഈ ഭൂമിയിൽ പിറന്നു. സ്തോത്രം. എനിക്ക് വേണ്ടി, എന്നെ രക്ഷിക്കുവാൻ, എന്നെ വീണ്ടെടുക്കുവാൻ, ആമേൻ സ്തോത്രം നമുക്ക് വേണ്ടി പാപമില്ലാത്തവനെ കർത്താവ് പാപമാക്കി എന്ന് നാം വായിക്കുന്നു. പിതാവായ ദൈവം പാപമില്ലാത്ത യേശുവിനെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് പാപമാക്കി. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അവൻ എന്തിനു വേണ്ടി? നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ. ആ യേശു കർത്താവിനെ ഹൃദയംഗമായി നാം വിശ്വസിക്കുകയും വായ്കൊണ്ട് യേശുവാണ് രക്ഷിതാവ്, കർത്താവ്, എന്നെ വീണ്ടെടുക്കുന്നവൻ എന്ന് നാം വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നാം രക്ഷ പ്രാപിക്കുന്നു. സ്തോത്രം. യേശുവിൻ്റെ കൽപ്പനകളെ നാം നിലനിൽക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് പിതാവായ ദൈവവും പുത്രനായ യേശു ക്രിസ്തുവും ഉണ്ട് എന്ന് പറയുവാൻ കഴിയത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തവർക്ക് ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. ആയതിനാൽ ആമേൻ അങ്ങനെ നാം വിശ്വസിക്കുന്നവരാണെങ്കിൽ നാം ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അങ്ങനെയാണെങ്കിൽ ആമേൻ നമ്മളിൽ ഉള്ളവൻ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന യേശു കർത്താവ് ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകിയാൽ കർത്താവ് നമ്മെയും തൻ്റെ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുവാൻ സർവശക്തനാണ്. അതേ ആമേൻ. യേശു കർത്താവിന് ജന്മം നൽകേണ്ടതിന് കർത്താവ് ആരെയാ തിരഞ്ഞെടുത്തത്? മറിയെ. നമുക്കറിയാം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 48-ാം വചനത്തിൽ ആ മറിയ പറയുന്നു, അവൻ തൻ്റെ ദാസിയുടെ
താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്നും വാഴ്ത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ മറിയയുടെ ജീവിതത്തിൽ ആമേൻ ദൂതൻ പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ തൻ്റെ ഉള്ളിൽ മറ്റുള്ള കന്യകമാരിൽ നിന്ന് വ്യത്യസ്തമായ ഏതോ ഒരു ഗുണം കർത്താവ് കണ്ടു. ആമേൻ. അവൻ കൃപ തോന്നി. ദൈവം ആ കന്യകയിൽ പ്രസാദിച്ചു. കർത്താവ് അവളോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ മറിയ പറയുന്നു, ദൈവം തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചു. അപ്പോൾ ഏതോ ഒരു താഴ്ചയുടെ അനുഭവത്തിലായിരുന്നു മറിയയുടെ ജീവിതം. അതെന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷെ ആ താഴ്ചയിലിരുന്ന മറിയെ കർത്താവ് കടാക്ഷിച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അടുത്ത വചനത്തിൽ പറയുന്നു, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. അതെ, ആമേൻ. ദൈവത്തിൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുത്ത് വിശുദ്ധിയോടും വേർപാടോടും പരിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ നാം ആരാധിക്കുന്നുവെങ്കിൽ, വിശുദ്ധിയോടെ നാം ജീവിക്കുന്നു എങ്കിൽ, നാം എത്ര താഴ്ചയിലിരുന്നാലും കർത്താവ് നമ്മെ കടാക്ഷിക്കും. ഇവിടെ പറയുക, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അത് തന്നെയാണ് നാം ലേഖനത്തിൽ വായിച്ചത്. നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകിയാൽ നാം ഏത് താഴ്ചയിലിരുന്നാലും, നാം ഏത് അവസ്ഥയിലിരുന്നാലും കർത്താവ് നമ്മെ കടാക്ഷിക്കും, ദൈവം നമ്മിൽ പ്രസാദിക്കും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു വിശുദ്ധി, ആ ഒരു വ്യത്യസ്തമായ ജീവിത അനുഭവം നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ, നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. മാത്രമല്ല, മീഖാ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 2-ാം വചനത്തിൽ വായിക്കുന്നു, നീയോ ബത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ബത്ലഹേം, അവൻ ബത്ലഹേം എന്ന ആ ഒരു ചെറിയ പട്ടണത്തെക്കുറിച്ച് പറയുക, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു ജനിക്കുന്നത് വരെ ബത്ലഹേം എന്ന സ്ഥലത്തിന് യാതൊരു പ്രത്യേകതയുമില്ല. അതൊരു ചെറിയത്, അതിനൊരു വിലയുമില്ലായിരുന്നു. എന്നാൽ മീഖാ പ്രവാചകൻ പ്രവചിക്കുന്നു, ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ, ആമേൻ, ഒരു റൂളർ നിന്നിൽ നിന്ന് പുറപ്പെടുവാൻ പോകുന്നു, ഉത്ഭവിക്കുവാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതങ്ങനെ തന്നെ സംഭവിച്ചതായി നമുക്ക് കാണുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ, ഹേരോദാവ് രാജാവ് യേശുവിൻ്റെ ജനന വാർത്ത കേട്ട് ഭയപ്പെട്ട്, ആമേൻ, ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. ആമേൻ. 5-ാം വചനത്തിൽ അവർ അവനോട്, യഹൂദിയയിലെ ബത്ലഹേമിൽ തന്നെ. ആമേൻ. യഹൂദിയ ദേശത്തിലെ ബത്ലഹേമേ, നീ യഹൂദിയ പ്രഭുക്കന്മാർ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ അവൻ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് അവർ രാജാവിനോട് പറയുന്നു. പ്രിയ ദൈവമക്കളെ, നീ ഒട്ടും ചെറുതല്ല. പ്രൈസ് ദി ലോർഡ്. അതേ, ലോകം നമ്മെ ചെറുതാണ്, കൊള്ളരുതാത്തതാണ്, അത്ര കഴിവില്ല, അവൻ ഉപയോഗശൂന്യമാണ്, ഇവിടെ ഒന്നും നടക്കുവാൻ പോകുന്നില്ല എന്ന് വിധി എഴുതുമ്പോൾ, വ്യക്തിപരമായും നമ്മുടെ അവസ്ഥകളെ നോക്കി വിധി എഴുതുമ്പോൾ, അവിടെയും വിശ്വസ്തരായി മറിയെപ്പോലെ വ്യത്യസ്തമായൊരു ജീവിതം നയിക്കുമെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കും, നമ്മെ കടാക്ഷിക്കും. ശക്തനായവൻ നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. മാത്രമല്ല, ദൈവം കർത്താവ് സ്തോത്രം മീഖാ പ്രവാചകൻ മുഖാന്തരം പ്രവചിച്ചതുപോലെ തന്നെ യഹൂദയിലെ ബത്ലഹേമിൽ തന്നെ യേശു കർത്താവ് ജനിക്കുവാനിടയായി തീർന്നു. ആ പട്ടണത്തിൻ്റെ ലെവല് മാറി, ലേബല് മാറി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നാമും യേശു കർത്താവ് എന്തിനാണ് ഈ ജഡത്തിൽ അവതരിച്ചത്, ആ ഉദ്ദേശം മനസ്സിലാക്കി യേശു കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ആ കർത്താവ് നമ്മെ ചേർക്കുവാൻ വേഗം വരുന്നു. ആമേൻ. കർത്താവ് യേശു ക്രിസ്തു, യേശുവേ വേഗം വരണമേ എന്ന പ്രത്യാശയോടെ ദൈവകരങ്ങളെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകയാൽ ശക്തനായവൻ നമുക്ക് വേണ്ടിയും വലിയവ ചെയ്യും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങൾ ഓരോരുത്തരെയും താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. വീണ്ടും യഹോവയുടെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ ഞങ്ങളെ ഉയർത്തും. വചനപ്രകാരം ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തക്ക സമയത്ത് അങ്ങ് മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.